ആവിഷ്കാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ആനുകൂല്യം കണക്കിലെടുത്ത് എന്തും ആവിഷ്കരിക്കാം, എങ്ങനെയും ആവിഷ്കരിക്കാം, എന്ത് മോശമായും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുമൊക്കെ എല്ലാത്തിനെയും ആ രീതിയിൽ ഒരു ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പിൻബലത്തിൽ അങ്ങനെ ചെയ്യാം എന്ന് ധരിക്കുന്നത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഒരു അപലപനീയമായ ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ ഇപ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അത് കേരളത്തെ പല രീതിയിൽ അപകീർത്തിപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ ഒരു യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്നത് അല്ല അതിനകത്ത് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ കേരളത്തെ മോശമാക്കുന്ന തരത്തിൽ നമ്മൾ വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും പരസ്പര വിശ്വാസത്തോടും പരസ്പരം ഒരു സഹവർത്തിത്വത്തോടും കൂടി കഴിയുന്ന ഒരു സമൂഹമാണ്. ഇവിടെ ഒരു ഭിന്നിപ്പിൻ്റെ അന്തരീക്ഷമുണ്ടാക്കാൻ, പരസ്പരം വിശ്വസിച്ച് കഴിയുന്ന ഒരു ജനസമൂഹത്തെ, ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ജനസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവമുള്ള ഒരു പരിശ്രമമായിട്ട് കൂടി ഇത്തരം ചില ആവിഷ്കാരങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിന്നിപ്പോൾ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ ലോകമെമ്പാടും അത് പ്രചരിക്കാൻ പോവുകയാണ്. അതിലൂടെ കേരളത്തെ ഇന്ന് വളരെ ഔന്നത്യത്തിൽ കാണുന്ന ആൾക്കാർ പോലും ഇത് ഒരു തീർച്ചയായും ഓരോ കലാസൃഷ്ടിയും അത് ജനസമൂഹത്തെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥം ഒരു കേരളത്തിൻ്റെ ചിത്രമെന്ന് ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ ചില വ്യാജ ചരിത്ര നിർമ്മിതികൾ പോലും സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്.